ഹായ് ഫ്രണ്ട്സ്, വിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങളും ചോദിക്കാം. ഇത് സർക്കാർ ജീവനത്തിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷി ഭൂമി ഒരുക്കിയേക്കുന്ന 2 ഉദ്യോഗസ്ഥരെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അവർ ചെയ്ത കൃഷി രീതിയും നമുക്ക് പരിചയപ്പെടാം. സാറേ, പേര് പറയാം. എൻ്റെ പേര് പ്രേംജിത്ത്. സാർ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തു? ഞാൻ കൃഷി വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയറായി. ഏത് ഇയർ? അത് 2015 റിട്ടയറായത്. അതിനുശേഷമാണോ സാർ കൃഷിയിലേക്ക് ഇറങ്ങിയത്? അതിനുശേഷം അല്ല, അതിന് മുന്നും കുറച്ചൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. അതിനുശേഷം പൂർണ്ണമായിട്ട് കൃഷി കാര്യങ്ങളിൽ മുഴുകി ആണ് എൻ്റെ വിശ്രമ ജീവിതം വിശ്രമമല്ലാത്ത ജീവിതമാക്കി മാറ്റി. അപ്പം മാഡത്തിന്റെ പേര് പറയാം. മാഡം അജിത. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആയിട്ട് റിട്ടയർ ആയ ആളാണ്. അപ്പൊ 2 ഗവൺമെന്റ് ജീവനക്കാരും കൂടെ ഇവിടെ കൃഷിഭൂമി അങ്ങ് അടിപൊളിയാക്കിക്കോ അല്ലേ? അപ്പൊ ഈ റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷമുള്ള കാർഷിക മേഖല എങ്ങനെയുണ്ട്? അല്ല, നമ്മൾ ഇത് കാർഷിക മേഖലയിൽ പൊതുവേ നമ്മളിപ്പോൾ ഈ കൃഷിയിൽ വരാൻ അല്ലെങ്കിൽ ചെയ്യാൻ നമ്മൾ കൂടുതൽ താല്പര്യം കാണിച്ചത് നമുക്കതിനുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ്. ഭൂമിയും അതുപോലെ ജലസേചനത്തിന് ജലസ്രോതസ്സും അതുപോലെ അതിലുള്ള താല്പര്യവും, ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞത്. എന്നാലും ഇപ്പോൾ സാറിന് റിട്ടയർമെന്റ് ആയതുകൊണ്ട്, ജീവിതം ആയതുകൊണ്ട് ഒരുപാട് സമയം സാറിന് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് കാരണം തന്നെയല്ല, എല്ലാ കാര്യങ്ങളും സാറിന് അറിയാമല്ലോ. പെസ്റ്റും ഡിസീസും എല്ലാം അറിയാം. അപ്പോൾ മാനേജ്മെന്റ് അറിയാം. അപ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അറിവ് കൊണ്ട് മാത്രമാണ് നല്ല വിളവ് ലഭിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ സാറ് എത്ര സമയം ഇനി ഇവിടെ കൃഷിയിലേക്ക് ചെലവഴിക്കുന്നുണ്ട്? ഞാനൊരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും പകൽ സമയം കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ വ്യാപൃതനാകും. പകൽ സമയം. പിന്നെ ജോലിക്കാരുണ്ടോ? ജോലിക്കാർ സ്ഥിരമായിട്ട് ഒരാളുണ്ട്. പിന്നെ കൂടുതൽ കൃഷിപ്പണി വരുന്ന സമയത്ത് ഞാൻ താൽക്കാലികമായി ജോലിക്കാരെ നിർത്തുന്നുണ്ട്. സീസൺ ആണോ സെലക്ട് ചെയ്തത് പച്ചക്കറിയിൽ? അതെ. കൂൾ സീസൺ ഇഷ്ടമാണോ? അതുകൊണ്ടാണോ? അല്ല, എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട്. ഈ ക്യാബേജ് 11ാം മാസം ആകുമ്പോഴത്തേക്ക് കൂൾ സീസൺ, ഈ നവംബർ 11ാം മാസം എന്ന് പറഞ്ഞാൽ നവംബർ ആകുമ്പോഴത്തേക്ക് സാർ ചെയ്തു തുടങ്ങാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട്, വെജിറ്റബിൾ ക്ലസ്റ്റർ. അതില് തൈകൾ ഉണ്ടാക്കി കൊടുക്കും വർഷത്തിൽ 2 പ്രാവശ്യം. 45 ഞാനാണ് ഉണ്ടാക്കി. സാറ് തൈ ആക്കി കൊടുക്കും അല്ലേ? തൈകളാക്കി കൊടുക്കും. നല്ല ഇനം തൈകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത്. വിലക്കാണോ സാറേ കൊടുക്കുന്നത്? അത് നമ്മൾ സൗജന്യമായിട്ട് ആണ് കൊടുക്കുന്നത്, തുച്ഛമായ നിരക്കിലാണ് കൊടുക്കുന്നത്. ഒരു തൈക്ക് 50 പൈസ കൈപ്പറ്റിക്കൊണ്ട് 1.5 രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കും. അത് സാറിന്റെ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി കൂട്ടുക എന്നുള്ളതാണ് അല്ലേ? എല്ലാവരും കൃഷി ചെയ്യുക എന്നുള്ളൊരു. ഈ സംഘടനയിൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് കൃഷിയിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൃഷി ചെയ്യുന്നതിന് വേണ്ടി നല്ല ഇനം തൈകൾ ആവശ്യമാണ്. അത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല ഇനം വിത്തുകൾ, ഹൈബ്രിഡ് തൈകൾ വാങ്ങി നല്ല ഉൽപാദന വർധന ഉള്ള തൈകൾ ഉണ്ടാക്കി കൊടുക്കും. അത് കൃഷി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൈകളാണ് ഇതൊക്കെ. നല്ലത്. ഇത് നാംതാരി സീഡ്സിന്റെ തൈകളാണ്. അതുപോലെ ഇപ്പൊ സാറ് തൂക്കി നോക്കിയിട്ടുണ്ടോ? അല്ല, ഇപ്പം അത് നിൽക്കുമല്ലേ. എന്നാലും നല്ല ഇത് 3/4 കിലോ 1 കിലോ ഒക്കെ വരും. എങ്ങനെയാ സാറേ വളം ചെയ്യുന്നത്? അത് നമ്മുടെ അടിവളം കൊടുത്തല്ലേ ചെയ്യുന്നത്? അടിവളം കൊടുക്കും. ഒരു ഈ ഇതുകൊണ്ട് ഡ്രമ്മുകളിൽ ഇരിക്കുന്നതാണ്. ജൈവവളം കലക്കി വെച്ചതിന് ശേഷം കൊടുക്കുമല്ലേ? അതിൽ നമ്മള് പറയുമല്ലേ, ഈ പഞ്ചഗവ്യം, സേഫ്റ്റി രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. കെമിക്കൽ ഉപയോഗിക്കുന്നില്ല, കൊള്ളാന്നല്ല. ഏതെങ്കിലും ഒരു മൂലകത്തിന് ഡെഫിഷ്യൻസി കൂടുതലായി തോന്നുന്നെങ്കിൽ അല്പം മൂലകം അത് കെമിക്കൽ രൂപമായാലും കൊടുക്കാം. പക്ഷെ പെസ്റ്റിസൈഡ് പരമാവധി ഒഴിവാക്കും. അതുപോലെ പഞ്ചഗവ്യം പോലെയുള്ള ചാണകം, അതുപോലെ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ഗോമൂത്രം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, മണ്ണും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ
സോയിൽ മൈക്രോറൈസയും അതിന്റെ ഒപ്റ്റിമം ലെവലിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉണ്ട്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് പിടിക്കുന്ന ആ പൂവും നല്ല വെയിറ്റ് ഉണ്ടല്ലേ അല്ലേ? ഏതാണ്ട് 1 കിലോയിൽ പുറത്ത് ആ പൂവും പോകുന്നുണ്ട്. നല്ല വെയിറ്റ് അല്ലേ സാർ? ഇത് ഹോളിഫ്ലവർ മാത്രമേ സാർ, ക്യാബേജിനോട് താല്പര്യമില്ലേ? ക്യാബേജ് നമ്മള് താല്പര്യമില്ലായല്ല, നമ്മുടെ ക്ലൈമറ്റിന്റെ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് ഈ ഉണ്ട കൂടുന്നത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ പൂ ഫോം ചെയ്യുന്നതിന് ലീഫ് എടുക്കുന്നില്ല. ആ ഒരു ഇതില്ല, ലീഫ് എടുക്കാൻ പാടായിരിക്കും സീസൺ തെറ്റുമ്പോഴത്തേക്ക് അല്ലയോ? ചൂട് കൂടുകി വരുന്നു. അപ്പൊ ഈ ഹോളിഫ്ലവർ ആകുമ്പോ എപ്പോഴും പൂ അതില് ആ ഒരു കുഴപ്പം ടെമ്പറേച്ചർ വേരിയേഷൻ ബാധകമാകുന്നില്ല. അതുപോലെ തന്നെ സാറേ ഇതിനകത്ത് ഈ ഇലയിൽ പുഴു വരുന്നില്ലേ? അപ്പോൾ ഇലയിൽ സീസണിൽ ഇങ്ങനെ മിക്കവാറും ഉള്ള കർഷകർക്കെല്ലാം പുഴു വരുന്നുണ്ട്. അപ്പോൾ സാർ ഇതിനകത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഫിഷ് അമിനോ ആസിഡും അതൊക്കെ അടിച്ച് അത് വരാതിരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. മുന്നേ പ്രൊഫൈലാറ്റിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്, മത്തി കഷായമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് വരുന്നില്ല അല്ലേ? അപ്പോൾ ആ റിപ്പറന്റ് ആക്ഷൻ ആ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് വന്നതിന് ശേഷം ചെയ്യാതെ വരുന്നു. ഇതൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ആദ്യമേ നേരത്തെ ആ ഫീൽഡിൽ ഒരു സ്മെൽ ഉപയോഗിക്കും, തൈകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ഒരു സ്മെൽ ആ ഫീൽഡിൽ ഉണ്ടെങ്കിൽ ആ പുഴുവിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നോക്കുക. ഓഹോ അപ്പൊ അത് അങ്ങനെയുള്ള മാനേജ്മെന്റ് ആണ്. ഇതിനകത്ത് ഇതുവരെ കേട് വന്നിട്ടില്ലല്ലോ സാറേ? ഓഹോ ശരി. ഇത് ശിവം വെറൈറ്റിയാ. ഇതിന്റെ പ്രത്യേകത എങ്ങനെയാ സാറേ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുതൽ വരും. ഹൈറ്റ് കൂടുതൽ പോകും, മുകളിലോട്ട് വെച്ച് കെട്ടണം. ഇത് ഞാനത് വേറെ ഒരു സ്ഥലത്ത് അതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് സാറിപ്പോ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നുണ്ട് തക്കാളി കേടാവുന്നുണ്ടോ? കേടാവത്തില്ല. ചിലതിൽ മണ്ണിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന സമയത്ത് ചിലതിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ പൊതുവെ അങ്ങനെ കേടാവുന്നില്ല അല്ലേ? പക്ഷെ നല്ല പിടുത്തമാണല്ലേ? അതെ, നല്ല ഈൽഡ് ഉള്ളതാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് സാറിന് ഇത്? അങ്ങനെ സീഡ് ഉൽപ്പാദിപ്പിക്കുന്നതിനകത്ത് സീഡ് ഉൽപ്പാദിപ്പിച്ചത്. അത് സാറ് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ തൈ തന്നെ എടുത്ത് സാറും ചെയ്യും? അതെ. സംഘടനയിലുള്ള കർഷകർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന തൈയിൽ നിന്നും ഞാൻ എടുത്ത് നട്ടതാ. പപ്പായ റെഡ് ലേഡി അല്ലേ? ഇത് 2 കിലോ ഒക്കെ വെയിറ്റ് പോകത്തില്ലേ സാറേ? വെയിറ്റ് വരും. സാധാ നിയന്ത്രണല്ലേ? അതെ. വരിയും കൂടെ കിട്ടും, വരിയായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. പൂവനും നിയന്ത്രണവും എല്ലാം ഇപ്പൊ എല്ലാം കൊലയൊക്കെ ആയല്ലേ? സീസൺ നോക്കി ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ വാഴയുടെ ഇതില് ഒരു പ്രത്യേകത ഉള്ളത്, വാഴ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് ഗുണകരമായി തോന്നിയ സമ്പ്രദായം, നമ്മൾ ഒരു സമയത്ത് ഒരുപാട് വാഴകൾ കൃഷി ചെയ്യാതെ ഒരു 100 വാഴ ഒരു സീസണിൽ ചെയ്തിട്ട് ഒരു മാസം ചെയ്തിട്ട് അടുത്ത മാസം 100 അല്ല അതിൻ്റെ അടുത്ത മാസം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വർഷം പൂർണ്ണമായിട്ട് വാഴയുടെ ഈൽഡ് കിട്ടും. നമ്മളിപ്പം ഒരു 500 വാഴ ഒരു സമയം ചെയ്താൽ അതെല്ലാം കൂടെ മാർക്കറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ ജലസേചന സൗകര്യം ഉള്ളത് കൊണ്ട് ഒരു 100 വാഴ കൂടുതൽ ഒരു മാസം നടത്തില്ല. അപ്പൊ നമുക്ക് എല്ലാ റൗണ്ട് ദ ഇയർ ഈൽഡും കിട്ടും. ഈ വിലയിൽ വരുന്ന വേരിയേഷൻ നമ്മളെ വലുതായിട്ട് ബാധിക്കത്തില്ല. ആ ഒരു സമ്പ്രദായമാണ് അവലംബിക്കുന്നത്. അത് ശരിയാണത് സാറേ. ഇത് വെറ്റിനറി അല്ലേ? ഇത് ഒരു വർഷം ആയതുള്ളൂ നട്ടിട്ട്? എത്ര പ്രാവശ്യം പിടിച്ചു തുടങ്ങി? കോഴി കൃഷി ഉണ്ടല്ലേ? ഈ ചവറ് താഴെ കൂന വിട്ടിട്ടേക്കുന്ന വളത്തിനെടുക്കാനാണോ? ഈ കോഴിക്കാട്ടും ചവറും കൂടെ മിക്സ് ആവും. അപ്പൊ എന്നിട്ട് അവിടെ കിടന്ന് പൊടിഞ്ഞോളൂ? കുറേയൊക്കെ പൊടി. പിന്നെ ഞാൻ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഈ മറ്റേ EM സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കും. ഓഹോ സാറേ, ഇത് പിന്നെ PV380 അല്ലേ? ഓഹോ ഇതെന്തോ സംഭവം? ഇതിന് നമ്മൾ ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്നാ പറയുന്നത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷി. ഇതെന്തുകൊണ്ട് ഇതിപ്പോ 20,000 ലിറ്റേഴ്സ് വെള്ളം കൊള്ളും. അപ്പോൾ അതിൽ നമുക്ക് ഒരു 1500-2000 മത്സ്യ കുഞ്ഞുങ്ങളെ വരെ വളർത്താം. 2500 മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്താം പരമാവധി. പക്ഷെ ഞങ്ങൾ അത്രയും വളർത്താറില്ല. എത്ര കുഞ്ഞുങ്ങളെ സാർ ഇട്ടിട്ടുണ്ട്? 1500 മത്സ്യ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. 1500 ഇട്ടിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ എത്ര ചെലവായി സാറിന്? എത്ര രൂപ ചെലവായി കാണും? ഇത് നമുക്ക് മത്സ്യഫെഡ് അല്ല, ഫിഷറീസ് വകുപ്പ് ഒരു സ്കീമുണ്ട്, അതും പ്രകാരം ചെയ്തതാണ്.
അതിൽ അവർ അതിന് സബ്സിഡി തരും ഏകദേശം ഇത് പണിയുന്നതിനുള്ള എന്നാലും subsidy എത്ര കിട്ടും. രൂപയായി കാണും ഇപ്പോൾ? അത് ഏകദേശം ഒരു 35,000 40,000 ആണ്. 4-5 വർഷം മുമ്പാണ് ചെയ്തത്. ഓ അപ്പോൾ സാറ് എത്ര പ്രാവശ്യം പക്ഷേ ഈൽഡ് എനിക്ക് എടുത്ത്? സബ്സിഡി ഒന്നും കിട്ടിയില്ല. ഇല്ല അല്ലേ? സാർ എത്ര പ്രാവശ്യം ഈൽഡ് എടുത്ത് കാണും? ഒരു 4-5 പ്രാവശ്യം ഉണ്ടായി. എത്ര വെയിറ്റ് വരെയൊക്കെ പോയി ഒരു മീൻ? ഒരു മീൻ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ 4ാമത്തെ മാസം തൊട്ട് ഈൽഡ് എടുത്ത് തുടങ്ങാം. 4ാമത്തെ മാസം തൊട്ട്? അതെ അതെ. ഗിഫ്റ്റ് സിലോപ്പിയാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്. ഓ, ഈ വനാമി ചെമ്മീനും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് പരീക്ഷിച്ചിട്ടില്ല. ഈ ഗിഫ്റ്റ് സിലോപ്പിയ 4ാമത്തെ മാസം തൊട്ട് ഈൽഡ് എടുക്കാം. 6 മാസം വരെ നമുക്ക് ഈൽഡ് എടുക്കാം. അപ്പോൾ 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ വെയിറ്റ് 1/2 കിലോയ്ക്ക് മേളിൽ പോകും. അത് 4ാമത്തെ മാസത്തിൽ പിടിക്കുമ്പോൾ അതിന് ഒരു 250-300 ഗ്രാമൊക്കെ. അപ്പോൾ എത്ര രൂപ എങ്ങനെ സാറ് പിന്നെ തീറ്റ കൊടുക്കുന്നത് എങ്ങനെയാ? തീറ്റയ്ക്ക് സബ്സിഡി കിട്ടും. തീറ്റയ്ക്ക് സബ്സിഡി ഉണ്ട്. ഇപ്പം നമുക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇത് കൺസ്ട്രക്ഷൻ്റെ ആനുകൂല്യം സാധാരണ കർഷകർക്ക് കിട്ടും, പക്ഷെ എനിക്കത് കിട്ടിയില്ലെന്ന് ഉള്ളൂ. പഞ്ചായത്ത് വഴി ആയതുകൊണ്ട് നമുക്ക് ഇൻകം കൂടുതലായതുകൊണ്ട്. പക്ഷേ ഈ ഫീഡ് സബ്സിഡിയും കുഞ്ഞുങ്ങളെ സൗജന്യമായിട്ടും ഫിഷറീസ് വകുപ്പ് നമുക്ക് തരുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ സൗജന്യമായിട്ട് കിട്ടുമ്പോഴേ ചെയ്യത്തുള്ളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യം തരും. അപ്പോൾ അത് ഒരു വർഷത്തേക്കുള്ള ഫുഡ് എങ്ങനെ തരുന്നേ? ഒരു വർഷത്തേക്കുള്ള ഫുഡ് തരല്ല. ഞങ്ങൾ ഫുഡ് വാങ്ങി കൊടുക്കുമ്പോൾ അതിന്റെ ബില്ലും ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സബ്സിഡി സാങ്ഷൻ ചെയ്തു. അപ്പോൾ സാറിന് ഫുഡിന്റെ റേറ്റ് അല്ലെങ്കിൽ എത്ര രൂപയാവും നമ്മൾ മേടിക്കണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ 20 ഇപ്പം തന്നെ ആദ്യമേ കൊടുക്കുന്ന സ്റ്റാർട്ടർ ഫീഡിന് കുഞ്ഞുങ്ങൾക്കുള്ളതിന് 20 കിലോ ഫീഡിന് 1,700 രൂപയാണ് വില. 20 കിലോയ്ക്ക്. അപ്പം നമ്മൾ അത് നമുക്ക് ഒരു മാസം ആദ്യത്തെ സ്റ്റേജിൽ 1 മാസത്തോളം കൊടുക്കാം. അങ്ങനെ ഒരു മാസത്തോളം ഒരു ചാക്ക് വളം. അപ്പൊ ഈ മീനെ നമ്മൾ ഈ 7 മാസം ആകുമ്പോൾ സാറ് പറയുന്നില്ലേ നമ്മൾ വിളവെടുക്കുമെന്ന്? 7 മാസമല്ല, 4 മാസം തൊട്ട് വിളവെടുക്കും. 4 മാസം തൊട്ട് വിളവെടുത്ത് തുടങ്ങും. 6 മാസം വരെ വിളവെടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ എത്ര ഫീഡ് കൊടുത്ത് കാണുമായിരിക്കും? ഉദ്ദേശം എത്ര കിലോ? അത് ഇതിന്റെ ബോഡി വെയിറ്റിന്റെ 5% ഫീഡ് കൊടുക്കണം. മത്സ്യത്തിന്റെ ബോഡി വെയിറ്റ് എത്രയാണോ നമുക്ക് അത്ര ലാഭമായിരിക്കും സാറേ? തീറ്റയും കഴിഞ്ഞിട്ട് ലാഭമാണ്. സബ്സിഡി കിട്ടാൻ സബ്സിഡി ഇല്ലെങ്കിലുള്ള എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ സബ്സിഡി. സബ്സിഡി ഇല്ലെങ്കിൽ അത്ര ലാഭം വരാൻ എങ്ങനെ സാർ മീനൊക്കെ എവിടെ കൊടുക്കും? ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫിഷ് സ്റ്റാൾ ഉണ്ട്, അവിടെ കൊടുക്കും. കൂടുതലും ഞങ്ങൾ ബന്ധുക്കൾ. സാറിന് മാക്സിമം എത്ര വെയിറ്റ് ഒരു മീൻ കിട്ടി കാണുമായിരിക്കും? എനിക്ക് ഒരു 600-700 ഗ്രാമൊക്കെ ഉള്ള മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ സാർ ഹാപ്പിയാണ് അല്ലേ? ഇതൊക്കെ ഒരു പാഷൻ അല്ലേ? അപ്പൊ സാറ് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാന്ന് തന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞാലേ ഞങ്ങള് കൊടുക്കുമ്പോ ആൾക്കാർക്ക് കൊടുക്കുമ്പോ അവർക്ക് വലിയ സാറിന്റെ ടെൻഷൻ ഫീൽഡ് ചെയ്യുന്നത് സാർ ഇറങ്ങി വന്നിട്ട് ഇപ്പൊ സാർ ആസ്വദിച്ചല്ലേ ജീവിക്കുന്നത്. ഒരു ടെൻഷനും ഇല്ല. ഇത്ര സമയത്ത് ക്ലെയിം കൊടുക്കണമെന്നില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നില്ല. അപ്പൊ സാറിന്റെ കൃഷിഭൂമി ഇങ്ങനെ കോഴികള് അല്ലേ? പത്രക്കാരും ഈ മനോരമക്കാര് അതുപോലെ തന്നെ കർഷകൻ എന്ന മാസികക്കാര് അതുപോലെ നിങ്ങളെ പോലെയുള്ളവരൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സന്തോഷം. അത്ര തന്നെ. ഓക്കെ സാറേ, അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമാണ് സാറിന്റെ ഫീൽഡ് ഇങ്ങനെ. സാർ എന്ന് പറഞ്ഞാൽ സാർ ഇപ്പോഴാണ് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ സാറേ, ഓക്കെ.